അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്ഷൻ ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, അതിൻ്റെ ഡിഫറൻസ് പഠിച്ചു അല്ലേ, അതൊക്കെ നോക്കി. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനാണ്. ഒരു 3-4 ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റൈറ്റ്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റൈറ്റ്. റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് കോൾ ഓപ്ഷനും ദെൻ പുട്ട് ഓപ്ഷനും കേട്ടോ. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ആണുള്ളത്. എന്താണ് കോൾ ഓപ്ഷൻ എന്നാൽ? കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണ്. റൈറ്റ് ടു ബൈ ആണ് ഏത് കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. വാങ്ങാനുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ഒബ്ലിഗേഷൻസ്, ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ, റൈറ്റ്സ് മാത്രമാണ്, നോട്ട് ഒബ്ലിഗേഷൻസ് കേട്ടോ. അതാണ് എന്ത് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർലൈൻ അസെറ്റ്സിൽ എന്ത് ചെയ്യാണ്, എല്ലാ അസെറ്റ്സുകൾ റൈറ്റർ സ്പെസിഫൈഡ് എക്സൈസ് പ്രൈസും സ്പെസിഫൈഡ് ഡേറ്റൊക്കെ എഴുതിയിട്ട് അത് വാങ്ങിക്കാനുള്ള റൈറ്റ്സിനെയാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ ദ ഓപ്ഷൻ ടു ബൈ അണ്ടർലൈൻ അസെറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ കേട്ടോ. ഓപ്ഷൻ ടു ബൈ അണ്ടർലൈൻ അസെറ്റ് ഈസ് എ കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അണ്ടർലൈൻ അസെറ്റ് വാങ്ങിക്കാനുള്ള റൈറ്റ്സ്, അതിനുള്ള ഓപ്ഷൻ, അതാണ് റൈറ്റിനെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. യൂസ്ഫുൾ റൈസിങ് മാർക്കറ്റ്, നമ്മൾ മാർക്കറ്റിനെ റൈസ് ചെയ്യാൻ ഇത് യൂസ്ഫുള്ളാണ്. ദെൻ അതുപോലെ വെൻ എ പ്രൈസ് ആർ എ റൈസിങ്, പ്രൈസ് റൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്പോൾ പ്രൈസ് വെൻ എ പ്രൈസ് ആർ റൈസിങ്, പ്രൈസ് റൈസ് ചെയ്യും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇത് വാങ്ങിക്കുക. അത് ആര്, സെല്ലറ്, റൈറ്റർ, മീൻസ് സെല്ലർ ആരാണ്, റൈറ്ററാണല്ലോ. അപ്പോൾ ആ റൈറ്റർ കൊടുക്കുന്നത്, അപ്പോൾ ആൾ പർച്ചേസ് ചെയ്യും, ഓണർ അത് പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വാങ്ങാനുള്ള റൈറ്റ്സിന് തന്നെ കേട്ടോ എന്ന് പറയുന്നത് റൈറ്റ് ടു ബൈ കേട്ടോ. അതാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അത്ര മനസ്സിലാക്കി വെക്കാം. ബയർ മേ ചൂസ് എക്സൈസ് ദ ഓപ്ഷൻസ്. ബയർക്ക് എന്താണ് ചൂസ് ചെയ്യാൻ, എക്സൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എത്ര നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കാം. കോൾ ഓപ്ഷൻ അവിടെ കഴിഞ്ഞു. ദെൻ പുട്ട് ഓപ്ഷൻ കേട്ടോ. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യാൻ, റൈറ്റ് ടു സെല്ലാണ്, സെല്ല് ചെയ്യാനുള്ള റൈറ്റാണ് കേട്ടോ. ഇറ്റ് ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് ഗീവ്സ് എ ബയർ ദ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു സെൽ അണ്ടർലൈൻ അസറ്റ്, റൈറ്റ് സ്പെസിഫൈഡ് പീരിയഡ്, ദെൻ സ്ട്രൈക്ക് പീരിയഡ് അല്ലേ, സ്ട്രൈക്ക് പ്രൈസ്, സ്പെസിഫൈഡ് പ്രൈസും സ്ട്രൈക്ക് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ, സ്പെസിഫൈഡ് ഡേറ്റ് അല്ലേ, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ റൈറ്റർ ഒരു അണ്ടർലൈൻ അസെറ്റ്സ് സെല്ല് ചെയ്യാനുള്ള റൈറ്റിനെയാണ് എന്ത് പറയുന്നത്, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പുട്ട് ഓപ്ഷനെ അറിയുന്നത് അണ്ടർലൈൻ അസെറ്റ്സുകൾ സെല്ല് ചെയ്യാനുള്ള റൈറ്റ്സ്. ഓപ്ഷൻ കോൺട്രാക്റ്റിൽ അണ്ടർലൈൻ അസെറ്റ്സുകൾ സെല്ല് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള റൈറ്റിനെയാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് എ ഓപ്ഷൻ സെൽ ദ അണ്ടർലൈൻ അസെറ്റ്. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ടു സെൽ ദ അണ്ടർലൈൻ അസെറ്റ് എന്നുള്ളത്. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതലായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എക്സാമിന് എഴുതും. നെക്സ്റ്റ്, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഓൺ ദ ബേസ് റൈറ്റിൻ്റെ അവകാശത്തിൻ്റെ അല്ലേ, റൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനാണുള്ളത്. ഇനി നോക്കാം ടൈപ്സ്. കോളിൽ ബയ്യർ ഓഫ് ദ റൈറ്റ്സ് ആണെങ്കിൽ ഇങ്ങനെ വരും. നോക്കാം, അതിൻ്റെ കൺസെപ്ച്വലി ഇങ്ങനെയാണ് നോക്കുക. ടൈപ്സ് കോള് പുട്ട്. ബയ്യർ ഓഫ് ദ റൈറ്റ് പറഞ്ഞാൽ ബയ്യറുടെ റൈറ്റ് അല്ലേ. അതുപോലെ സെല്ലർ ഓഫ് ദ റൈറ്റ്, സെല്ലറിൻ്റെ റൈറ്റ്സുകൾ. റൈറ്റ് ടു ബൈ ഓർ എ സ്പെസിഫൈഡ് പീരിയഡ്, പ്രൈസ്
റൈറ്റ് ടു ബൈ, ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ എന്ത് ചെയ്യും, കോൾ ഓപ്ഷനിൽ ബൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പുട്ട് ഓപ്ഷനിൽ സെല് ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ട്. ഓക്കെ, ഇനി സെല്ലറുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഒബ്ലിഗേഷൻ ഓഫ് ദ സെൽ ദ സ്പെസിഫൈഡ് പ്രൈസ് അല്ലേ. ഇവിടെ കോൾ ഓപ്ഷനിൽ ബയ്യർ ബൈ ചെയ്യുകയാണെങ്കിൽ, ബയ്യർ ബൈ ആണല്ലോ, അപ്പോൾ സെല്ലർ എന്താ ചെയ്യുക, സെല്ല് ചെയ്യുകയാണ്. ആ സ്പെസിഫൈഡ് പ്രൈസിൽ സെല്ലർ സെല്ല് ചെയ്യാനുള്ള ഒബ്ലിഗേഷനാണ്. ഇനി പുട്ട് ഓപ്ഷനിൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ, ബയ്യർ സെൽ ചെയ്യും, സ്പെസിഫൈഡ് പ്രൈസിൽ സെൽ ചെയ്യും. അപ്പോൾ അവിടെ സെല്ലർ എന്താ ചെയ്യുക, അത് വാങ്ങുകയും ചെയ്യും അല്ലേ. ബൈ ഒബ്ലിഗേഷൻ ടു ബൈ അറ്റ് ദ സ്പെസിഫൈഡ് പ്രൈസ് നേരെ ഓപ്പോസിറ്റാണ് വരിക. ഒരാൾ വാങ്ങുമ്പോൾ മറ്റാൾ കൊടുക്കണമല്ലോ, പിന്നെ ഒരാൾ കൊടുക്കുമ്പോൾ മറ്റാൾ വാങ്ങണമല്ലോ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, കോൾ ആൻഡ് പുട്ട്, കോൾ ഓപ്ഷനും ആൻഡ് ദെൻ പുട്ട് ഓപ്ഷനും കേട്ടോ. അതങ്ങനെ മനസ്സിലാക്കിയിട്ട് വെക്കുക. നെക്സ്റ്റ് ഓക്കെ അല്ലേ? ഇനി പറയണത് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റൈൽ ഓർ എക്സ്റൈസ് ആണ്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇതിനെ സെറ്റിലാക്കുന്നത്, എക്സ്റൈസ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റൈലിൻ്റെ ബേസിലാണ് എന്നുള്ളതാണ്. അതൊക്കെ സ്റ്റൈൽ വെച്ചിട്ടാണ്. ഒന്നാമത്തത് യൂറോപ്യൻ ഓപ്ഷനാണ്, സെക്കൻഡ് വൺ അമേരിക്കൻ ഓപ്ഷനാണ്, ദെൻ തേർഡ് വൺ ബർമുഡൻ ഓപ്ഷനാണ് കേട്ടോ. 3 ഓപ്ഷൻസുകളാണ് നമ്മൾ ഇത് സെറ്റിൽ ചെയ്യുന്ന രീതി. ഒന്നാമത്തത് യൂറോപ്യൻ ഓപ്ഷനാണ്. യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് വരെ, എക്സ്പയർ ഡേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ സമയത്ത് എക്സ്റൈസ് ചെയ്യുന്നതിനെയാണ് യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഹോൾഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. യൂറോപ്യൻ ഓപ്ഷൻ ആർ നോട്ട് യൂസ്ഡ്. ഇത് ഇന്ത്യയിൽ ഇന്ത്യയിൽ യൂറോപ്യൻ ഓപ്ഷന് യൂസ് ചെയ്യുന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. കാരണം എക്സ്പയർ ഡേറ്റ് വരെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനൊരു അർത്ഥമില്ലല്ലോ, ഓപ്ഷന് എന്ന് പറയാൻ കഴിയില്ലല്ലോ അല്ലേ. അതാണ്. നെക്സ്റ്റ് അമേരിക്കൻ ഓപ്ഷനാണ് കേട്ടോ. അമേരിക്കൻ ഓപ്ഷനാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി എക്സ്റൈസ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഓപ്ഷൻ പീരിയഡ്. നമ്മുടെ ഏത് സമയത്തും നമുക്ക് ഓപ്ഷൻ പീരിയഡ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് സമയത്തും നമുക്ക് സെറ്റിൽ ചെയ്യാം. ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ് അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എനി ടൈം ബിറ്റ്വീൻ പർച്ചേസ് ഡേറ്റ് ആൻഡ് എക്സ്പിറേഷൻ ഡേറ്റ്, അതിൻ്റെ ഒരു ടൈം ബിറ്റ്വീൻ തന്നെയാണ്. ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഇത് എക്സ്റൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സ്റ്റൈലാണ് അമേരിക്കൻ ഓപ്ഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിൽ ഹയർ പ്രീമിയം ഇൻവോൾവ് ആണ് കേട്ടോ, ഹയർ പ്രീമിയം ഉണ്ടാവും. ഓക്കെ, കാരണം ഇത് ഏത് സമയത്തും എക്സ്റൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സെല്ലർക്ക് വൻ നഷ്ടം വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഹയർ പ്രീമിയം കൊടുത്തിട്ടാണ് ഇതിൽ ചേരുക കേട്ടോ. ഇത് ആക്റ്റീവാക്കുക. നെക്സ്റ്റ് ബർമുഡൻ ഓപ്ഷനാണ്. ബർമുഡൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്യാൻ ബി എക്സ്റൈസ് ഫ്യൂ സ്പെസിഫൈഡ് ഡേറ്റ്. ഒരു സ്പെസിഫൈഡ് ഡേറ്റ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാകും. ആ പറഞ്ഞ ഡേറ്റിൽ എന്ത് ചെയ്യുകയാണ്, ഇത് എക്സ്റൈസ് ചെയ്യാണ്. അതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ അമേരിക്കൻ ആൻഡ് യൂറോപ്പാണ് ബർമുഡൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഏത് സമയമെന്ന് പറയാൻ പറ്റൂല, പിന്നെ നെക്സ്റ്റ് ഡേറ്റ് വരെ പോവുകയും ചെയ്യൂല. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫൈഡ് ഡേറ്റ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് വെക്കുകയാണ്. ഡേറ്റിൽ നമ്മൾ എക്സ്റൈസ് ചെയ്യാണ്. അതാണ് ബർമുഡൻ. അപ്പോൾ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സ്റ്റൈലാണ് ബർമുഡൻ ഓപ്ഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. തേർഡ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് അണ്ടർലൈൻ അസെറ്റ്. ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് അണ്ടർലൈൻ അസെറ്റ്സ്. അണ്ടർലൈൻ അസെറ്റ്സിൻ്റെ നാച്ചറിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. കമ്മോഡിറ്റി ഓപ്ഷന്, അതുപോലെ കറൻസിയുടെ ബേസിൽ സ്റ്റോക്ക് ഓപ്ഷന്, കമ്മോഡിറ്റി ഓപ്ഷന്, കറൻസി ഓപ്ഷന്, സ്റ്റോക്ക് ഓപ്ഷന് അല്ലേ. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, കറൻസി ഫ്യൂച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സൊക്കെ പഠിച്ചു. അതുതന്നെയാണ് ഇവിടെയും ഓപ്ഷന് എന്ന് മാത്രമേ ഉള്ളൂ. കമ്മോഡിറ്റി, കറൻസി, സ്റ്റോക്ക്, അതുപോലെ സ്റ്റോക്ക് ഇൻഡെക്സ് ഓപ്ഷന്. ഇത്രയാണ് ഈ ഒരു എന്തിൻ്റെ ബേസിൽ,
വന്നിട്ടുള്ളത്. സ്റ്റോക്ക് ഓപ്ഷൻ അണ്ടർലൈൻ അസറ്റ്സിൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്. കമ്മോഡിറ്റി അറിയാലോ, ഞാൻ പറയുന്നില്ല. കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലേ സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലേ ഗോൾഡ്, സിൽവർ, അയണ്, വീറ്റ്, റൈസ് ഇതൊക്കെയാണ് കറൻസിയുടെ അടിസ്ഥാനം, ഫോറിൻ കറൻസിയുടെ അടിസ്ഥാനത്തിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനുള്ള റൈറ്റ്. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻ അല്ല, സ്റ്റോക്ക് മാർക്കറ്റ്, കോർപ്പറേറ്റ്സ് കമ്പനികളിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അതുപോലെ സ്റ്റോക്ക് ഇൻഡെക്സ് മാർക്കറ്റിൽ ജനറൽ സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഓപ്ഷൻ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് പ്രൈസ്. ഈ 4 ആണുള്ളത്. അത് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഡി. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് ട്രേഡിംഗ് ഓർ ട്രേഡിംഗ് പ്രാക്ടീസസ്. അല്ലേ, എന്താണ് ട്രേഡിംഗ് പ്രാക്ടീസസ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ട്രേഡിംഗ്, എവിടെയാണ് ട്രേഡിംഗ് നടത്തുന്നത് അതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമത്തേത് എക്സ്ചേഞ്ച് ട്രേഡ് ഓപ്ഷനാണ്, അതും നമുക്ക് അറിയേണ്ടതാണ് അല്ലേ. ദെൻ രണ്ടാമത്തേത് ഓവർ ദ കൗണ്ടർ ഓപ്ഷനാണ്. ഒന്നാമത്തേത് എക്സ്ചേഞ്ച് ട്രേഡ് ഓപ്ഷനും രണ്ടാമത്തെ ഓവർ ദ കൗണ്ടർ. എക്സ്ചേഞ്ച് ട്രേഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളൊക്കെ നമ്മൾ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു എക്സ്ചേഞ്ചിൽ നിന്നാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ. ഒരു റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്നാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്റ്റുകളായി ഉണ്ടാവുക. അതുപോലെ അണ്ടർലൈൻ അസറ്റ്സിൻ്റെ സ്പെസിഫൈ യൂണിഫോമിറ്റി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റേക്ക് പ്രൈസ്, ഇൻ്റർമീഡിയറേറ്റ് ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമ്മൾ ട്രേഡിംഗ് നടത്തുന്നത്, അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഒരു റെക്കഗ്നൈസ്ഡ് അതോറിറ്റിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് ട്രേഡിംഗ് നടത്തുക ചെയ്യുന്നത് കേട്ടോ. അത് ഓപ്ഷൻ ആയാലും ഫോർവേഡ് ഇല്ല കേട്ടോ, ഫ്യൂച്ചർ ആയാലും ഫ്യൂച്ചറും റെക്കഗ്നൈസ്ഡ് അതോറിറ്റീസിലൂടെയാണ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് ട്രേഡിംഗ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് സ്റ്റോക്ക് ട്രേഡ്. ഇനി അല്ലാണ്ട് ബേസിസ് ആയിട്ട് പറയുമ്പോൾ ഓവർ ദ കൗണ്ടർ അല്ലേ. ഓവർ ദ കൗണ്ടറിലൂടെ നമുക്ക് ഇൻ്റർമീഡിയറി സഹായമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എക്സ്ചേഞ്ചുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്താൻ പറ്റുന്നതാണ്, ട്രേഡിംഗ് നടത്താൻ പറ്റുന്നതാണ്. അതാണ് ഓവർ ദ കൗണ്ടർ. ഡയറക്റ്റ്ലി ബൈ ഡീലേഴ്സ് റാദർ ദാൻ ത്രൂ ആൻ എക്സ്ചേഞ്ച്, അങ്ങനെയാണ്. ഓക്കെ, അത് കസ്റ്റമർ ടൈലേർഡാണ്. കസ്റ്റമർ ടൈലേർഡ് പറഞ്ഞാൽ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അങ്ങനെയുള്ളതാണ് ഓവർ ദ കൗണ്ടർ എന്ന് പറയുന്നത്. റിസ്ക് കൂടുതലാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഫോർവേഡ് കോൺട്രാക്റ്റ് അതിലൂടെയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതർ ടൈപ്സ് ആണ്. അതർ ടൈപ്സിൽ നോക്കാം. റിയൽ ഓപ്ഷൻ ഉണ്ട്, വാനില ആൻഡ് എക്സോട്ടിക് ഓപ്ഷൻ ഉണ്ട്, വാറണ്ട് ഉണ്ട്, ലീവ്സ് ഉണ്ട്, ബാസ്ക്കറ്റ് ഉണ്ട്. റിയൽ ഓപ്ഷൻ എന്നാൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അടിസ്ഥാനത്തിൽ റിയൽ എക്കണോമിയിൽ വരുന്ന ഇൻവെസ്റ്റിംഗ് ആണ് റിയൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ എക്കണോമിയുടെ അടിസ്ഥാനത്തിൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതാണ് റിയൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാനില ആൻഡ് എക്സോട്ടിക്ക. വാനില എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ കോൺട്രാക്റ്റാണ്. ഏതാണ് വാനില എന്ന്? സിമ്പിളായിട്ട് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റാണ്, ഓപ്ഷൻ കോൺട്രാക്റ്റാണ് വാനില എന്ന് പറയുന്നത്. എക്സോട്ടിക് അങ്ങനെയല്ല. എക്സോട്ടിക് ഇതിൽ വാനിലയിൽ നമുക്ക് യൂറോപ്യൻ ആൻഡ് ഓപ്ഷനും അമേരിക്കൻ ഓപ്ഷനും ഒക്കെ നമുക്ക് ഇതിൽ പറ്റും കേട്ടോ. പ്ലെയിൻ വാനിലയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സോട്ടിക് അങ്ങനെയല്ല, ഹൈബ്രിഡ് ഓപ്ഷനാണ്, ബാരിയേഴ്സ് ഓപ്ഷനാണ്. ഹൈബ്രിഡ് ഓപ്ഷനായിട്ടൊക്കെ നമുക്കതിനെ പറയാൻ പറ്റും. നെക്സ്റ്റ് അത് സിമ്പിളല്ല കേട്ടോ. എക്സോട്ടിക് സിമ്പിളല്ല, മറ്റേ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റാണ് വാനില ഓപ്ഷൻ എന്ന് പറയുന്നത്. എക്സോട്ടിക് അങ്ങനെയല്ല, ഹൈബ്രിഡാണ്, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട്. കമ്പാരിറ്റീവ്ലി വാനിലയെ നോക്കുമ്പോൾ വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റാണ് എക്സോട്ടിക്. നെക്സ്റ്റ് വാറണ്ടാണ്. വാറണ്ട് എന്ന് പറഞ്ഞാൽ ലോങ് ഡേറ്റഡ് ഓപ്ഷനെയാണ് നമ്മൾ വാറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ലോങ് ഡേറ്റഡ് ഓപ്ഷനെയാണ് നമ്മൾ വാറൻറ്റ് എന്ന് പറയുന്നത്. ഈ വാറൻറ്റ് ജനറലി ട്രേഡ് നടത്തുന്നത് ഓവർ ദ കൗണ്ടറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡിംഗ് നടത്തുന്നത്. നെക്സ്റ്റ് ലീവ്സ് ആണ്. ലീവ്സ് പറഞ്ഞാൽ ലോങ് ടേം ഇക്വിറ്റി ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റി ആണ് അല്ലേ. അത് നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് 3 വർഷം വരെ ഉള്ളതിനെയാണ് ലീവ്സ് എന്ന് പറയുന്നത് കേട്ടോ.
മെച്യൂരിറ്റി ഡേറ്റ് അപ് ടു 3 years ആണ്. നെക്സ്റ്റ് ബാസ്ക്കറ്റ് ആണ്. ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ആണ്. ബാസ്ക്കറ്റ് മീൻസ് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് ബാസ്ക്കറ്റ് അല്ലേ. അപ്പോൾ ബാസ്ക്കറ്റിൽ ഈ ഒരു പോർട്ട്ഫോളിയോ ആണ്. അണ്ടർലൈൻ അസറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോ ആണെന്ന് പോർട്ട്ഫോളിയോക്ക് പറയുന്നതാണ് ബാസ്ക്കറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകളായിട്ടും കമ്മോഡിറ്റി ഓപ്ഷൻസും സ്റ്റോക്ക് ഓപ്ഷൻസും അങ്ങനെയുള്ള എല്ലാ രീതിയിലും എല്ലാ ഇൻസ്ട്രുമെൻസുകളും അടങ്ങിയതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതാണ് ബാസ്ക്കറ്റ് കേട്ടോ. ഇത്രയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ക്ലാസിഫിക്കേഷന്. അതെന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കുക, മണീനെസ് ഓഫ് ദ ഓപ്ഷനാണ്. മണീനെസ് ഓഫ് ഓപ്ഷനാണ്. അതിൽ 3 രീതിയിലുള്ള മണീനെസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഇൻ ദ മണി, അറ്റ് ദ മണി, പിന്നെ അതുപോലെ ഔട്ട് ഓഫ് ദ മണി. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. ഇൻ ദ മണി ഫസ്റ്റ് പോയിൻ്റാണ്. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് ഇൻ ദ മണിയാണ്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിക്ചർ നോക്ക്, അതിൽ മനസ്സിലാവും. ഇൻ ദ മണി അല്ലേ. സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ നോക്കുക. ഇൻ ദ മണി നോക്കുക, ഒന്നുകൂടെ പറയാം. കോൾ ഓപ്ഷൻ ഹാവ് എ വാല്യൂ ഓൺലി ഇഫ് ദ സ്പോട്ട് ഓർ ക്യാഷ് പ്രൈസ് കേട്ടോ. ഇതിൽ 2 എന്താണ് വാല്യൂസുകൾ, സ്പോട്ട് പ്രൈസ് ഓർ ക്യാഷ് പ്രൈസ് ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് ഓഫ് അണ്ടർലൈൻ അസറ്റ് എക്സീഡ് ഇറ്റ്സ് എ സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസിനെക്കാട്ടിലും എന്താണ് സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ ദ ഓപ്ഷൻ ബയ്യർ വിൽ എക്സൈസ് ബയ്യർ എക്സൈസ് ദ ഓപ്ഷൻ മേക്ക് എ പ്രോഫിറ്റ്. അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. സച്ച് കോൾ ഓപ്ഷൻ സെയ്ഡ് ടു ബി ഇൻ ദ മണി. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇൻ ദ മണിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മണി ഓപ്ഷൻ എന്താ ലീഡ്സ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് അവിടെ നടക്കുന്നത്. ആർക്ക്? ബയ്യർക്ക് നടക്കുന്നത് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അയാൾ എക്സറൈസ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സറൈസ് ചെയ്യും. ദെൻ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ഇൻ ദ മണി ഇൻ ദ സ്പോട്ട് പ്രൈസ് ഗ്രേറ്റർ ദാൻ സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസിനേക്കാട്ടിലും എന്താണ് സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ ഇൻ ദ മണി ആണ് നമ്മൾ ഇൻ ദ മണി ഓപ്ഷനാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്നത്. പുട്ട് ഓപ്ഷൻ ഇൻ ദ കോൾ ഓപ്ഷനിൽ കേട്ടോ. പുട്ട് ഓപ്ഷനിലാണെങ്കിലോ പുട്ട് ഓപ്ഷൻ ഇൻ ദ മണി ഇഫ് ദ സ്പോട്ട് പ്രൈസ് ലെസ് ദാൻ സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ എന്താണ് പുട്ട് ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇൻ ദ മണിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്ട്രൈക്ക് പ്രൈസിനേക്കാട്ടിൽ സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ ഉള്ള അതിനെ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പറയുന്നതാണ് ഇൻ ദ മണി ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസാണ്, കെ എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഔട്ട് ഓഫ് ദ മണിയാണ്. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇൻ ദ മണി ഓപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഔട്ട് ഓഫ് ദ മണി. അപ്പോൾ നമ്മൾ അവിടെ എന്താ പറയുക? സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണ്, അല്ല സ്ട്രൈക്ക് പ്രൈസിനേക്കാളും കൂടുതലാണ് സ്പോട്ട് പ്രൈസ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് പറയാം അല്ലേ. എന്താണ്? സ്ട്രൈക്ക് പ്രൈസിനേക്കാളും കൂടുതലാണ്, കുറവാണ്, സ്ട്രൈക്ക് പ്രൈസിനേക്കാളിലും കുറവാണ് സ്പോട്ട് പ്രൈസ് എങ്കിൽ അവിടെ നമ്മൾ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊരിക്കലും എക്സറൈസ് ചെയ്യാൻ കഴിയില്ല. അവിടെ ലോസാണ് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. ലോസാണ് വരിക. മറ്റേത് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് ആർക്കുണ്ടാവുക? ബയ്യർക്ക് ഉണ്ടാവുക. സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലെസ് ദാൻ ഇൻ എ സ്ട്രൈക്ക് പ്രൈസ് ഇൻ അണ്ടർലൈൻ അസറ്റ് ലെസ് ദാൻ ആണ്. അവിടെ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ്
നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് വരിക, അത് ബയ്യർക്ക് നഷ്ടം വരും. സോ അവിടെ നമ്മൾ എന്താണ് ഇത് എക്സറൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവിടെ നഷ്ടം വരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ബക്കറ്റ് നോക്കുക, ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ദ മണിയിൽ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്, ഔട്ട് ദ മണിയിൽ നഷ്ടമാണ് വരുന്നത് അല്ലേ. ഇനി അടുത്തത് അറ്റ് ദ മണിയാണ്. അറ്റ് ദ മണിയിൽ നമുക്ക് എന്താണ് ലാഭമല്ല നഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 0 ക്യാഷ് ഫ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അറ്റ് ദ മണിയിൽ സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അറ്റ് ദ മണി ആണ് അവിടെ വരുന്നത്. അറ്റ് ദ മണിയിൽ എന്താണ് 0 ക്യാഷ് ഫ്ലോ ആണ് ഉണ്ടാകുക. ഇത് എക്സറൈസ് ഇഫ് ഇറ്റ് ഈ വേറെ എക്സറൈസ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, an option call or put said that at the money strike ഈക്വൽ ആണ്. രണ്ടിലും കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും ഈക്വൽ ആണ്. അപ്പോൾ അതിനെ നമുക്കൊരു സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് സിനേരിയോ വെച്ചിട്ട് മാർക്കറ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ സ്ട്രൈക്ക് പ്രൈസ് അല്ലേ. ഗ്രേറ്റർ ദാൻ സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ കോൾ ഓപ്ഷനിൽ ഇൻ ദ മണി ആയിരിക്കും, പുട്ട് ഓപ്ഷനിൽ ഔട്ട് ദ മണി ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനി മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും സ്ട്രൈക്ക് പ്രൈസിനെക്കാട്ടിലും മാർക്കറ്റ് പ്രൈസ് ലെസ് ദാൻ ആണെങ്കിൽ കോൾ ഓപ്ഷനിൽ ഔട്ട് ഓഫ് ദ മണിയാണ്, പുട്ട് ഓപ്ഷനിൽ ഇൻ ദ മണി ആയിരിക്കും. മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ രണ്ടിലും എന്താണ് സെയിം ആണ്, ഈക്വൽ ആണ്, അറ്റ് ദ മണിയാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. പൊസിഷൻ ഇൻ ദ ഓപ്ഷൻ കോൺട്രാക്റ്റ് കേട്ടോ. പൊസിഷൻസ് ഇൻ ദ ഓപ്ഷൻ കോൺട്രാക്റ്റ്. ഓപ്ഷൻ കോൺട്രാക്റ്റിൽ എന്തെല്ലാം പൊസിഷൻസുകളാണുള്ളതെന്നാണ് നോക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ് ലോങ് പൊസിഷൻ ഇൻ ദ കോൾ ഓപ്ഷൻ, ലോങ് പൊസിഷൻ ഇൻ ദ പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ 2 റൈറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ ചെയ്യാനുള്ളത് അല്ലേ. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാലോ സെല്ല് ചെയ്യാനുള്ളത് അല്ലേ. കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈ ചെയ്യാനുള്ളതും പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് സെല്ല് ചെയ്യാനുള്ളതും. അപ്പോൾ അവിടെ രണ്ടിലും ലോങ് പൊസിഷൻസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് പൊസിഷനിൽ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബൈ ചെയ്യാനുള്ള തന്നെയാണ് അല്ലേ. ബൈ ചെയ്യുന്ന ഓപ്ഷനാണ് അവിടെ വരുന്നത്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബൈ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം. അതുപോലെ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോങ് പൊസിഷനിൽ കോൾ ഓപ്ഷന് അഥവാ ബൈ ചെയ്യുന്നതും ലോങ് പൊസിഷനിൽ പുട്ട് ഓപ്ഷനും മീൻസ് സെല്ല് ചെയ്യുന്നതും കേട്ടോ. പിന്നെ അതുപോലെ ഷോർട്ട് പൊസിഷനിൽ ഷോർട്ട് പൊസിഷനിൽ എന്താണ് ബൈ ചെയ്യുന്നതും അതുപോലെ ഷോർട്ട് പൊസിഷനിൽ സെല്ല് ചെയ്യുന്നത്. ഈ 4 ടൈപ്സിലാണ് ഇതിൻ്റെ പൊസിഷൻസ് കിടക്കുന്നത്. ഈ 4 പൊസിഷൻസ് നമുക്ക് മനസ്സിലാക്കിയാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഓപ്ഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അതിൽ നമുക്ക് ട്രേഡിങ് നടത്താൻ പറ്റുള്ളൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. അതിൽ എ പേഴ്സൺ ബൈസ് എ കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ പ്രകാരം നമ്മൾ ബൈ ചെയ്തു. സേർട്ടിനെ ലോങ് പൊസിഷനിൽ കേട്ടോ, ലോങ് പൊസിഷനിലേക്ക് നമ്മൾ ഒരു അണ്ടർലൈൻ അസറ്റ് വാങ്ങിച്ചു. അതിനെയാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്യാനുള്ള റേറ്റ് ആണ്, പക്ഷേ നോട്ട് ഒബ്ലിഗേഷൻ. മനസ്സിലായോ? ബൈ അണ്ടർലൈൻ അസറ്റ് അറ്റ് ദ സ്റ്റേറ്റഡ് എക്സൈസ് പ്രൈസ് എനി ടൈം ബിഫോർ ദ ഓപ്ഷൻ എക്സ്പയർഡ്. ഷോർട്ടിൽ പറയാൻ ലോങ് മീൻസ് ബൈ കേട്ടോ. ലോങ് മീൻസ് ബൈ ആണ് അവിടെ മനസ്സിലാക്കുക. അപ്പോൾ ലോങ് പൊസിഷനിൽ വാങ്ങാനുള്ള കോൾ മീൻസ് ബൈ തന്നെ. അപ്പോൾ വാങ്ങാനുള്ള ഒരു രീതി തന്നെ പറയുന്നത് അവിടെ. അപ്പം ലോങ് പൊസിഷനിൽ കോൾ ഓപ്ഷൻ നടത്തുന്ന ചെയ്യുന്നത് അതിനെയാണ്, അല്ലെങ്കിൽ അണ്ടർലൈൻ അസറ്റ്സുകൾ വാങ്ങിക്കുക, എക്സറൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലോങ് പൊസിഷൻ ഇൻ ദ പുട്ട് ഓപ്ഷനാണ്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബൈ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്,
സെയിൽ ചെയ്യാണ്, പുട്ട് ചെയ്യാണ്, പുട്ട് ഓപ്ഷൻ നടത്തുകയാണ്. ബൈ ചെയ്യുന്ന ഒരു പൊസിഷനിൽ നമ്മൾ അണ്ടർലൈൻ അസറ്റുകൾ വിൽക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് പൊസിഷൻ ഇൻ ദ പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് പൊസിഷൻ അഥവാ സെല്ല് ചെയ്യുന്ന പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങുക ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഷോർട്ട് പൊസിഷൻ ഇൻ ദ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സെല്ലിങ് വിത്തൗട്ട് ഓണിങ് ദ അസറ്റ്, എന്താണ്, സ്വന്തമായിട്ടുള്ള അസറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യാനില്ല, വിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ഷോർട്ട് പൊസിഷനിൽ പറയുകയാണെങ്കിൽ ഷോർട്ട് പൊസിഷനിൽ അഥവാ സെല്ല് ചെയ്തതിൽ സിറ്റുവേഷനിൽ പൊസിഷനിൽ നമ്മൾ സെല്ല് ചെയ്യുക തന്നെ ചെയ്യുന്നത്. അതാണ് പുട്ട് ഓപ്ഷൻസ്. അണ്ടർലൈൻ അസറ്റുകൾ സെല്ല് ചെയ്യുക, ഫിക്സ്ഡ് സെല്ല് ദ അസറ്റ് അറ്റ് എ ഫിക്സ്ഡ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 പൊസിഷൻസാണ് പറയുന്നത്. അത് മാറരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനുള്ള ചെറിയൊരു 4 ടൈപ്സ് ഓഫ് പൊസിഷൻസുകൾ നോക്കുക. ഓപ്ഷനുകൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഉണ്ട്. അതിൽ തന്നെ ബയ്യറും സെല്ലറും ഉണ്ട് അല്ലേ. അതിൽ കോൾ ഓപ്ഷനിൽ ബയ്യർക്ക് റൈറ്റ് ടു ബൈ ആണ്. അതുപോലെ പുട്ട് ഓപ്ഷനിൽ റൈറ്റ് ടു സെല്ലാണ്, മനസ്സിലാക്കുക. ദെൻ സെല്ലർക്ക് കോൾ ഓപ്ഷനിൽ ഒബ്ലിഗേഷൻ ടു സെല്ലാണ്, പുട്ട് ഓപ്ഷനിൽ ഒബ്ലിഗേഷൻ ടു ബൈ ആണ്. നേരെ ഓപ്പോസിറ്റാണ് വരിക കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെയൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓപ്ഷൻ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടിട്ട് നമ്മളിങ്ങനെ ട്രേഡിങ് നടത്തുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കും ഈ ലോങ് പൊസിഷൻ ഇൻ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ലോങ് പൊസിഷൻ ഇൻ ദ കോൾ ഓപ്ഷനും അത് ആ പൊസിഷൻസിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെയാണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഷോർട്ട് പൊസിഷനിൽ റൈറ്റ് കുറവാ. എന്താ? ലോങ് പൊസിഷനിൽ റൈറ്റ്സ് കൂടുതലും ഷോർട്ട് പൊസിഷനിൽ റൈറ്റ്സ് കുറവാണോ?